ഖുർആൻ പറഞ്ഞ കഥകൾ 122 ഭാഗം. ഇസ്രായേല്യരുടെ വിമോചകൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ആദരണീയരായ സഹോദരന്മാരെ, സഹോദരിമാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പല വിധത്തിലുള്ള ശിക്ഷകൾ കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വതആല ഫിർഔനെയും അദ്ദേഹത്തിന്റെ നാട്ടുകാരെയും പരീക്ഷിച്ചത് നാം കാണുകയുണ്ടായി. മൂസാ നബി അലൈഹിസ്സലാമിന്റെ പ്രാർത്ഥനയുടെ ഫലമായി ഓരോ പരീക്ഷണ സന്ദർഭത്തിലും അവർക്ക് രക്ഷയുണ്ടായി, അതിൽ നിന്നവർക്ക് മോചനമുണ്ടായി. മൂസാ നബി അലൈഹിസ്സലാം അള്ളാഹുവിന്റെ യഥാർത്ഥ പ്രവാചകനാണ് എന്ന് അവർക്ക് നേരത്തെ തന്നെ മനസ്സിലായിട്ടുണ്ടായിരുന്നു. മത്സര മൈതാനത്ത് വെച്ച് തന്നെ മൂസാ നബി അലൈഹിസ്സലാമിന്റെ പ്രവാചകത്വം അവർക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ അഹങ്കാരവും പൊങ്ങച്ചവും ഖിബ്തി ആഢ്യത്വവുമൊക്കെ അവരെ മൂസാ നബിയെ അംഗീകരിക്കുന്നതിൽ നിന്ന് പിന്തിരിപ്പിച്ചു. മൂസാ നബിയെ പ്രവാചകനായി അംഗീകരിച്ചാൽ തങ്ങൾ ഒരുപാട് കാലമായി പുലർത്തിപ്പോന്നിരുന്ന ദേശീയ പാരമ്പര്യങ്ങളും വിശ്വാസ ആചാരങ്ങളും സകല മേധാവിത്വങ്ങളും അധികാരവും അവകാശങ്ങളുമൊക്കെ നഷ്ടപ്പെടും എന്നവർക്ക് പേടിയുണ്ടായിരുന്നു. എന്നാലും പരീക്ഷണം ഓരോന്ന് വരുമ്പോഴും അവർ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാൻ മൂസാ നബിയെ വിളിച്ചു വരുത്തും, താണുകേണ് അപേക്ഷിക്കും. അങ്ങനെ ആ ദുരിതമകന്നാലോ അവർ പിന്നീട് മൂസാ നബിയെ കളിയാക്കുകയും ചെയ്യും. അല്ലാഹു സുബ്ഹാനഹു വതആല സൂറത്തുൽ മുഅ്മിനൂൻ 45 മുതൽ 48 വരെയുള്ള ആയത്തുകളിൽ പറയുന്നുണ്ട്, ثم أرسلنا موسى وأخاه هارون بآياتنا وسلطان مبين. പിന്നീട് മൂസാ നബിയെയും അദ്ദേഹത്തിന്റെ സഹോദരൻ ഹാറൂൻ നബിയെയും നാം നമ്മുടെ തെളിവുകളുമായും വ്യക്തമായ പ്രമാണങ്ങളുമായും അയച്ചു. ഇലാ ഫിർഔന വമലൈഹി ഫസ്തക്ബറു വകാനൂ ഖൗമൻ ആലീൻ. ഫിർഔന്റെയും അവന്റെ സിൽബന്ദികളുടെയും അടുത്തേക്ക്, അവന്റെ പ്രമാണിമാരുടെയും അടുത്തേക്ക്. അപ്പോൾ അവർ അഹങ്കരിച്ചു, ഔദ്ധത്യം നടിച്ചു. അങ്ങനെ അഹങ്കരിക്കുന്ന ജനതയായിരുന്നു അവർ. അങ്ങനെ അവർ പറഞ്ഞു, ഫഖാലു അനുഅ്മിനു ലിബശറൈനി മിസ്ലിനാ വഖൗമുഹുമാ ലനാ ആബിദൂൻ. ഞങ്ങളെപ്പോലെ തന്നെയുള്ള ഈ രണ്ട് മനുഷ്യന്മാർ പ്രവാചകന്മാരാണ് എന്ന് വിശ്വസിക്കണമെന്നാണോ ഈ പറയുന്നത്? ഇനി അതൊക്കെ പോട്ടെ, അവർ ഞങ്ങളെപ്പോലെയുള്ള മനുഷ്യന്മാരാണെങ്കിൽ തിരക്കേടില്ല. അവർ ഞങ്ങളെക്കാളും താഴ്ന്ന വർഗമാണ്. വഖൗമുഹുമാ ലനാ ആബിദൂൻ. ഇവരുടെ സമൂഹം ഞങ്ങളുടെ അടിമകളാണ്. ഞങ്ങൾക്ക് അടിമപ്പണി ചെയ്തുകൊണ്ട് ജീവിക്കുന്ന ഈ കൂട്ടരിൽ രണ്ടാളുകളെ ഞങ്ങൾ പ്രവാചകന്മാരായി അംഗീകരിക്കണമെന്നാണോ ഈ പറയുന്നത്? ഫകദ്ദബൂഹുമാ ഫകാനൂ മിനൽ മുഹ്ലകീൻ. അങ്ങനെ ആ ജനത രണ്ടുപേരെയും തള്ളിപ്പറഞ്ഞു. അതുകൊണ്ട് തന്നെ അവർ നാശത്തിന് ഇരയായി. അപ്പോൾ അവരുടെ അഹങ്കാരം, അവരുടെ ധിക്കാരം, അവരുടെ പൊങ്ങച്ചം, ഇതൊക്കെ കാരണം മൂസാ നബിയെയും ഹാറൂൻ നബിയെയും അവർ അംഗീകരിക്കാൻ അവർ സന്നദ്ധമായിരുന്നില്ല. ഇവരുടെ അഹങ്കാരം അവരുടെ വാക്കുകളിൽ, അവരുടെ സമീപനങ്ങളിൽ തന്നെ വ്യക്തമായിരുന്നു. സൂറത്തു സുഹ്റുഫിൽ കാണാം, വഖാലൂ യാ അയ്യുഹസ് സാഹിർ ഉദ്ഉ ലനാ റബ്ബക ബിമാ അഹിദ ഇൻദക ഇന്നനാ ലമുഹ്തദൂൻ.
അവർക്ക് വിപത്ത് വരുമ്പോൾ അവർ വന്നിട്ട് മൂസാ നബിയോട് ചോദിക്കുകയും പറയുകയും ചെയ്യുന്ന രീതി തന്നെ നോക്കുക. വഖാലൂ യാ അയ്യുഹസ് സാഹിർ, അല്ലയോ ജാലവിദ്യക്കാരാ, മാജിക്കുകാരാ, ഉദ്ഉ ലനാ റബ്ബക ബിമാ അഹിദ ഇൻദക ഇന്നനാ ലമുഹ്തദൂൻ, നീ നിന്റെ നാഥനുമായുണ്ടാക്കിയ കരാർ അനുസരിച്ച് നീ നിന്റെ നാഥനോട് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെടുമ്പോൾ തന്നെ മൂസാ നബിയുടെ അടുത്തവർ പറയുന്നത് മാജിക്കുകാരാ, ജാലവിദ്യക്കാരാ എന്ന് വിളിച്ചുകൊണ്ടാണ്. ഇങ്ങനെ എല്ലാ സമയത്തും അവരുടെ ധിക്കാരം, അവരുടെ അഹങ്കാരം പ്രകടമായിരുന്നു. പക്ഷെ മൂസാ നബിയുടെ ഈ പ്രബോധന പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നതിനനുസരിച്ച് ഫിർഔന്റെ കാലിൽ നിന്ന് മണ്ണിളകാൻ തുടങ്ങി. അദ്ദേഹത്തിന് ഭയം വരാൻ തുടങ്ങി. വനാദാ ഫിർഔനു ഫീ ഖൗമിഹി ഖാല യാ ഖൗമി അലൈസ ലീ മുൽക്കു മിസ്ർ. അങ്ങനെ ഫിർഔൻ തന്റെ അധികാരം ഉറപ്പിക്കാൻ വേണ്ടി ജനങ്ങളെയൊക്കെ ഇടക്ക് വിളിച്ചുകൂട്ടും. എന്നിട്ട് ജനങ്ങളോട് തന്റെ അധികാരത്തിന്റെ ഈ ഗരിമ ഉറപ്പിക്കാൻ വേണ്ടി താൻ തന്നെയാണ് ഇപ്പോഴും ഈജിപ്തിലെ രാജാവ് എന്ന് ഉറപ്പിക്കാൻ വേണ്ടി വിളിച്ചു ചോദിക്കും. യാ ഖൗമി അലൈസലി മുൽക്കു മിസ്ർ, എന്റെ ജനങ്ങളെ, ഈജിപ്തിന്റെ ആധിപത്യം ഇപ്പോഴും എനിക്ക് തന്നെയല്ലേ? വഹാദിഹിൽ അൻഹാറു തജ്രി മിൻ തഹ്തി, ഈ നദികളൊക്കെ ഒഴുകുന്നത് എന്റെ അധികാര പരിധിയിലൂടെയല്ലേ? അഫലാ തുബ്സിറൂൻ, എന്നിട്ടും നിങ്ങൾ കാര്യങ്ങൾ കണ്ടറിയുന്നില്ലേ? ഇത്രയും പരമാധികാരിയായ എന്റെ കൽപ്പന ധിക്കരിച്ചുകൊണ്ട് ഈ രണ്ട് അടിമകളായ ആളുകളുടെ അഭിപ്രായം നിങ്ങൾ സ്വീകരിക്കരുത്. അം അന ഖൈറും മിൻ ഹാദല്ലദീ ഹുവ മഹീൻ വലാ യകാദു യുബീൻ, അങ്ങേയറ്റം അധകൃതനായ, വ്യക്തമായി മര്യാദക്ക് സംസാരിക്കാൻ പോലും കഴിയാത്ത ഇവനേക്കാൾ ഉത്തമൻ ഞാനല്ലേ? പിന്നെ നിങ്ങളെന്താ അവൻ പറയുന്നതിന് ചെവി കൊടുക്കുന്നത്? എനിക്കാണ് അധികാരം, എനിക്കാണ് സമ്പത്ത്, എനിക്കാണ് ഈ രാജ്യത്തിലെ സകല സംവിധാനങ്ങളും എന്റെ കീഴിലാണ്. എന്നിട്ടും ഈ അധകൃതനായ മൂസ പറയുന്നതാണോ നിങ്ങൾ കേൾക്കുന്നത്? ഇതായിരുന്നു ഫിർഔന്റെ ചോദ്യം, പ്രധാനപ്പെട്ട ചോദ്യം. പിന്നെ മറ്റൊരു ചോദ്യം കൂടി അദ്ദേഹം ചോദിക്കുന്നുണ്ട്. ലൗലാ ഉൽഖിയ അലൈഹി അസ്വിറത്തും മിൻ ദഹബിൻ ഔ ജാഅ മഅഹുൽ മലായികത്തു മുഖ്തരിനീൻ. എന്നാൽ ഇവൻ പ്രവാചകനാണ് എന്നാണ് പറയുന്നതെങ്കിൽ ഇവൻ സ്വർണവളകൾ അണിയിക്കാത്തതെന്ത്? അവന്റെ കൈകളിൽ നിറച്ചും സ്വർണവളകൾ എന്താണ് ഉണ്ടാവാത്തത്? നിങ്ങൾ രാജാവിന്റെ നോക്കൂ, രാജാവിന്റെ പരിവാരങ്ങളെ നോക്കൂ, അവരൊക്കെ സ്വർണവളകളും സ്വർണ കിരീടവും ഇങ്ങനെ സ്വർണം കൊണ്ട് നിറഞ്ഞിരിക്കുകയല്ലേ? ഇവന് ഇത് വല്ലതുമുണ്ടോ? ഒരു സ്വർണവളയെങ്കിലും അവനുണ്ടോ? പിന്നെ അവൻ എങ്ങനെയാണ് പ്രവാചകനാവുക? ഔ ജാഅ മഅഹുൽ മലായികത്തു മുഖ്തരിനീൻ, അല്ലെങ്കിൽ മലക്കുകൾ ഇവന്റെ അകമ്പടി സേവിച്ചുകൊണ്ട് വരാത്തതെന്താ? ഇപ്പൊ രാജാക്കന്മാർ ഞാൻ വരുമ്പോൾ എന്റെ അകമ്പടി സേവിച്ചുകൊണ്ട് നൂറുകണക്കിന് പരിചാരകന്മാർ വരുന്നില്ലേ? അതുപോലെ എന്താണ് ഇവൻ പ്രവാചകനാണെങ്കിൽ ഇവനെ അകമ്പടി സേവിച്ചുകൊണ്ട് വെഞ്ചാമരം വീശിക്കൊണ്ട് മലക്കുകൾ വരേണ്ടതല്ലേ? ഫസ്തഖഫ ഖൗമഹു ഫഅതാഉ ഇന്നഹും കാനൂ ഖൗമൻ ഫാസിഖീൻ. അങ്ങനെ ഈ ഫിർഔൻ തന്റെ ജനങ്ങളെ നിന്ദിച്ച് പീഡിതരാക്കി, അധസ്ഥിതരാക്കി, അവരെ വിഡ്ഢികളാക്കി. അപ്പോൾ അവർ അവനെ അനുസരിച്ചു. അങ്ങനെ ഒരു ജനതയെ നിന്ദ്യരാക്കി അവരുടെ അഭിമാനത്തെ കളങ്കപ്പെടുത്തിയാൽ പിന്നീട് അഭിമാനം നഷ്ടപ്പെട്ട ആ ജനത സ്വാഭാവികമായും അടിമകളായി മാറും. ആ ഒരു തന്ത്രമാണ് അവിടെ ഫിർഔൻ പയറ്റിയിരുന്നത് എന്ന് ഖുർആനിലെ ഈ വാക്കുകളിൽ നമുക്ക് മനസ്സിലാക്കാം. ഫസ്തഖഫ ഖൗമഹു ഫഅതാഉ, തന്റെ ജനതയെ നിന്ദ്യരാക്കി, തന്റെ ജനതയെ പതിതരാക്കി, അപമാനിതരാക്കി. എന്നിട്ട് അപ്പോൾ അവർ അദ്ദേഹത്തെ, ആ ഫിർഔനെ അനുസരിച്ചു. ആ ജനത അധാർമികരായ ജനതയായിരുന്നു.
മൂസാ നബി അലൈഹിസ്സലാം തന്റെ പ്രബോധനം പിന്നെയും തുടരുകയാണ്. അതോടുകൂടി ഫിർഔന് മനസ്സിലായി ഇനി നോക്കിയിട്ട് കാര്യമില്ല. വഖാല ഫിർഔനു ദറൂനി അഖ്തുൽ മൂസ വൽയദ്ഉ റബ്ബഹ് ഇന്നി അഖാഫു അൻ യുബദ്ദില ദീനക്കും. ഫിർഔൻ പറഞ്ഞു, ഇനി നോക്കുന്നില്ല, ഇനി ഞാൻ അവനെ നേരിട്ട് കൊന്നുകളയുകയാണ്. അവൻ വേണമെങ്കിൽ അവന്റെ നാഥനോട് പ്രാർത്ഥിക്കട്ടെ, ഞാൻ അവനെ തട്ടിക്കളയാൻ പോവുകയാണ്. മൂസാ നബി അലൈഹിസ്സലാം ഈ ഭീഷണിക്കൊന്നും യാതൊരു പരിഗണനയും കൊടുത്തില്ല. അദ്ദേഹം തന്റെ പ്രബോധന പ്രവർത്തനങ്ങൾ തുടർന്നുകൊണ്ടിരുന്നു. പക്ഷേ ഖേദകരമെന്ന് പറയട്ടെ, ബനൂ ഇസ്രായേലിൽപ്പെട്ടവരും അധിക പേരും അദ്ദേഹത്തിൽ വിശ്വസിച്ചിട്ടുണ്ടായിരുന്നില്ല. അവരദ്ദേഹത്തോട് പറയുന്നത്, മൂസ, നീ വന്നിട്ടും വരുന്നതിന് മുമ്പുമൊക്കെ ഞങ്ങൾക്ക് കഷ്ടപ്പാടാണല്ലോ. ഖാലു ഊദീനാ മിൻ ഖബ്ലി അൻ തഅതിയനാ വമിൻ ബഅദി മാ ജിഅതനാ. നീ വരുന്നതിന് മുമ്പും വന്നതിന് ശേഷവും ഒക്കെ ഞങ്ങൾക്ക് കഷ്ടപ്പാടാണ്. നീ എന്ത് പ്രവാചകനാണ്, എന്ത് വിമോചകനാണ്? ഇതായിരുന്നു അവരുടെ മനോഭാവം. മൂസാ നബി അലൈഹിസ്സലാമിന്റെ നേതൃത്വം പൂർണ്ണമായി അംഗീകരിക്കാൻ അവർ തയ്യാറായിരുന്നില്ല എന്നാണ് സൂറത്ത് യൂനുസിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഫമാ ആമന ലി മൂസ ഇല്ലാ ദുർരിയ്യത്തും മിൻ ഖൗമിഹി അലാ ഖൗഫിൻ മിൻ ഫിർഔന വമലഇഹിം അൻ യഫ്തിനഹും. മൂസയിൽ അദ്ദേഹത്തിന്റെ ജനതയിലെ ചെറുപ്പക്കാരല്ലാതെ ആരും വിശ്വസിച്ചില്ല. കുറച്ച് ചെറുപ്പക്കാർ അദ്ദേഹത്തെ പിന്തുണച്ചു, വിശ്വസിച്ചു. ഫിർഔനും അവരുടെ കിങ്കരന്മാരും തങ്ങളെ പീഡിപ്പിക്കുമോ എന്ന പേടിയിലായിരുന്നു അവർ. ഫിർഔൻ ഭൂമിയിൽ അഹങ്കാരിയായിരുന്നു, ഔദ്ധത്യം നടിക്കുന്നവനായിരുന്നു, പരിധി വിട്ടവനായിരുന്നു. വഇന്ന ഫിർഔന ലആലിൻ ഫിൽ അർള് വഇന്നഹു ലമിനൽ മുസ്രിഫീൻ. ചില ആളുകൾ പറഞ്ഞു, എന്തിനാണ് നമ്മൾ ഈ ഫിർഔനുമായി ഒരു സംഘട്ടനത്തിന് പോകുന്നത്? നമുക്ക് അവര് പറയുന്നത് കേട്ട് അവരുടെ അടിമകളായി ജീവിച്ചാൽ കുറെ കാലം കൂടി ജീവിക്കാം. നമ്മൾ ഈ മൂസയുടെ പിന്നാലെ പോവുകയാണെങ്കിൽ നമുക്ക് ഇനിയും കൂടുതൽ അടികിട്ടുകയാണ് ചെയ്യുക, കൂടുതൽ പീഡിപ്പിക്കപ്പെടുകയാണ് ചെയ്യുക. അതുകൊണ്ട് നമുക്ക് നല്ലത് ഇവരെ പിണക്കാതെ അങ്ങനെ കഴിയുകയായിരിക്കും എന്ന തരത്തിലൊക്കെ ചില ആളുകൾ പറയാൻ തുടങ്ങി. മൂസാ നബി അവരോട് പറഞ്ഞു, വഖാല മൂസ യാ ഖൗമി ഇൻ കുൻതും ആമൻതും ബില്ലാഹ് ഫഅലൈഹി തവക്കലു ഇൻ കുൻതും മുസ്ലിമീൻ. മൂസാ നബി പറഞ്ഞു, എന്റെ ജനങ്ങളെ, എന്റെ നാട്ടുകാരെ, നിങ്ങൾ അല്ലാഹുവിൽ വിശ്വസിക്കുന്നവരാണെങ്കിൽ അവനിൽ പൂർണ്ണമായും ഭരമേൽപ്പിക്കുക. നിങ്ങൾ അല്ലാഹുവിന് കീഴ്പ്പെടുന്നവരാണെങ്കിൽ അവനിൽ ഭരമേൽപ്പിക്കുക. അപ്പോൾ വിശ്വാസികളായ ആളുകൾ ഫഖാലു അലല്ലാഹി തവക്കൽനാ റബ്ബനാ ലാ തജ്അൽനാ ഫിത്നതൻ ലിഖൗമിൽ ളാലിമീൻ. വിശ്വാസികളായ ജനങ്ങൾ അവർ പറഞ്ഞു, ഞങ്ങളിതാ അല്ലാഹുവിൽ ഭരമേൽപ്പിച്ചിരിക്കുന്നു. ഞങ്ങളുടെ നാഥ, ഞങ്ങളെ നീ അക്രമികളായ ഈ ജനത്തിന്റെ പീഡനത്തിന് ഇരയാക്കരുതേ. റബ്ബനാ ലാ തജ്അൽനാ ഫിത്നതൻ ലിൽഖൗമിൽ ളാലിമീൻ. പടച്ചവനെ, ഞങ്ങളെ നീ ഈ ധിക്കാരികളായ അക്രമികളായ ജനതയുടെ പരീക്ഷണത്തിന്, പീഡനത്തിന് ഇരയാക്കരുതേ. ലാ തജ്അൽനാ ഫിത്നതൻ ലിൽഖൗമിൽ ളാലിമീൻ. എന്നിട്ട് അവർ പ്രാർത്ഥിച്ചു, വനജ്ജിനാ ബിറഹ്മതിക മിനൽ ഖൗമിൽ കാഫിരീൻ. പടച്ചവനെ, നിന്റെ കാരുണ്യത്താൽ നീ സത്യനിഷേധികളായ ഈ ജനതയിൽ നിന്ന് ഞങ്ങളെ നീ രക്ഷിക്കണമേ. അല്ലാഹു സുബ്ഹാനഹു വതആല അതിന് മറുപടിയായിട്ട് പറയുന്നു, വഔഹൈനാ ഇലാ മൂസ വഅഖീ അൻ തബവ്വആ ലിഖൗമികുമാ ബിമിസ്ര ബുയൂതാ വജ്അലൂ ബുയൂതകും ഖിബ്ല വഅഖീമുസ് സ്വലാ വബശ്ശിരിൽ മുഅ്മിനീൻ. അല്ലാഹു സുബ്ഹാനഹു വതആല മൂസാ നബിക്ക് നിർദ്ദേശം നൽകി. മൂസാ നബിക്കും അദ്ദേഹത്തിന്റെ സഹോദരനായ ഹാറൂൻ നബിക്കും നിർദ്ദേശം നൽകി. ശരി, തയ്യാറായിക്കൊള്ളൂ, നിങ്ങളുടെ മോചനം ഇതാ അടുത്തെത്തിയിരിക്കുന്നു. പക്ഷെ അതിനു മുമ്പ് നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ ഇരുവരും നിങ്ങളുടെ ജനതയ്ക്കു വേണ്ടി ഈജിപ്തിൽ വീടുകൾ തയ്യാറാക്കുക. ചില റിപ്പോർട്ട് പ്രകാരം ഇത് പള്ളികളാണ്. പള്ളികൾ ഉണ്ടാക്കാൻ അല്ലാഹു ആവശ്യപ്പെടുകയാണ്. വജ്അലൂ ബുയൂതകും ഖിബ്ല, നിങ്ങളുടെ വീടുകളെ നിങ്ങൾ ഖിബ്ലയാക്കുക. വഅഖീമുസ്സലാ, നമസ്കാരം കൃത്യമായി നിഷ്ഠയോടുകൂടി നിർവഹിക്കുക. വബശ്ശിരിൽ മുഅ്മിനീൻ, സത്യവിശ്വാസികൾക്ക് സന്തോഷ വാർത്ത അറിയിക്കുകയും ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് മാനസികമായും ശാരീരികമായും കരുത്തു നേടുന്നതിനു വേണ്ടി
വീടുകളെ പള്ളികളാക്കുക, അവിടെ വെച്ച് കൃത്യമായി നമസ്കാരം നിർവഹിക്കുക. ആ നമസ്കാരം നിർവഹിക്കുന്നത് വഴി നിങ്ങൾക്ക് ഈമാനികമായ വീര്യം ലഭിക്കും, ഈമാനികമായ വർധനവ് ലഭിക്കും. അങ്ങനെയാണെങ്കിൽ ആ സത്യവിശ്വാസികൾക്ക് വബശ്ശിരിൽ മുഅ്മിനീൻ, സത്യവിശ്വാസികൾക്ക് സന്തോഷവാർത്ത അറിയിക്കുക. ഈ ആയത്തിന്റെ വിശദാംശങ്ങളിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെയുണ്ട്. എങ്കിലും ഫിർഔനും ഫിർഔന്റെ ആളുകളും മൂസാ നബി അലൈഹിസ്സലാം ഉണ്ടാക്കിയ പള്ളികൾ തകർക്കുകയും നശിപ്പിക്കുകയും ചെയ്തിരുന്നു. അതിന്റെ ബദലായി പള്ളികൾ ഉണ്ടാക്കാൻ, ഇനി പുറത്ത് പരസ്യമായി പള്ളികൾ ഉണ്ടാക്കുന്നില്ലെങ്കിലും രഹസ്യമായി അവർക്ക് പള്ളികൾ ഉണ്ടാക്കി കൊടുക്കാൻ, വീടുകൾ പള്ളികളാക്കാൻ ആവശ്യപ്പെടുകയായിരുന്നു അല്ലാഹു സുബ്ഹാനഹു വ തആല. അങ്ങനെ നമസ്കാരം നിർവഹിക്കുന്നത് വഴി തീർച്ചയായും അല്ലാഹുവിന്റെ വിജയം അവർക്ക് വന്നെത്തുമെന്ന് സന്തോഷ വാർത്ത അറിയിക്കുക. വഖാല മൂസ റബ്ബനാ ഇന്നക ആതൈത ഫിർഔന വമലഅഹു സീനതൻ വഅംവാലൻ ഫിൽ ഹയാത്തിദ് ദുനിയ. പടച്ചവനെ, മൂസാ നബി അലൈഹിസ്സലാം പ്രാർത്ഥിച്ചു, ഞങ്ങളുടെ നാഥ, ഫിർഔനും അവന്റെ പ്രമാണിമാർക്കും നീ ഐഹിക ജീവിതത്തിൽ പ്രൗഢിയും പണവും നൽകിയിരിക്കുന്നുവല്ലോ. സീനതൻ വഅംവാലൻ ഫിൽ ഹയാത്തിദ് ദുനിയ റബ്ബനാ ലിയുളില്ലു അൻ സബീലിക്. ഈ പണവും പ്രതാപവും ഒക്കെ അവരുപയോഗിക്കുന്നത് നിന്റെ മാർഗത്തിൽ നിന്ന് ആളുകളെ തെറ്റിക്കാൻ വേണ്ടിയിട്ടാണ്. റബ്ബന തുമിസ് അലാ അംവാലിഹിം വശ്ദുദ് അലാ ഖുലൂബിഹിം ഫലാ യുഅ്മിനൂ ഹത്താ യറൗൽ അദാബൽ അലീം. അതുകൊണ്ട് പടച്ച തമ്പുരാനെ, ഞങ്ങളുടെ നാഥ, നീ അവരുടെ സമ്പത്ത് പൂർണ്ണമായും നശിപ്പിച്ചു കളയണമേ. കടുത്ത വേദനാജനകമായ ശിക്ഷ കാണും വരെ വിശ്വസിക്കാനാവാത്ത വിധം അവരുടെ മനസ്സുകളെ കടുത്തതാക്കണമേ. ഇതായിരുന്നു മൂസാ നബി അലൈഹിസ്സലാമിന്റെ പ്രാർത്ഥന. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ പ്രാർത്ഥന കേൾക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് കഥയുടെ ബാക്കി ഭാഗങ്ങൾ അടുത്ത ക്ലാസ്സിലൂടെ നമുക്ക് മനസ്സിലാക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ. വാഹിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.